ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കേജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം, ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല, ഇന്ത്യൻ നീതിപീഠം, ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ്. കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക്? കേജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ്. ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. അതാണ് സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്താൽ കേജ്രിവാൾ അവിടെ കിടന്നുകൊള്ളും എന്നാണ് കരുതിയിട്ടുണ്ടാവുക. പക്ഷേ നീതിക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു. അതാണിപ്പോൾ വളരെ എന്താ പറയുക, അസാധാരണമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെയും പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, കേജ്രിവാൾ ഒരു അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചുകൂടായില്ല. കാരണം പീഡിതരോടാണല്ലോ എപ്പോഴും ജനങ്ങളുടെ ഒരാഭിമുഖ്യം. അല്ലാതെ ഈ ജനങ്ങളെ അങ്ങേയറ്റം ഭിന്നിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന BJP വാസ്തവത്തിൽ അവരുടെ തോൽവിക്കാക്കം കൂട്ടുകയാണ്. കാരണം അവരുടെ തോൽവി ഭയന്നിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുഴുത്ത വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണക്കാർ പോലും ആ പ്രചരണ രീതിയെ വിലയിരുത്തുന്നത്. അവിടെയാണ് കേജ്രിവാളിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുക. തീർച്ചയായും ഡബിൾ ഇഫക്റ്റ് ആവും. അല്ലെങ്കിൽ തന്നെ BJP തോൽക്കാൻ പോകുന്നു എന്നൊരു ഇംപ്രഷൻ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എന്ന ഒരു ഇംപ്രഷൻ നിലനിൽക്കുകയാണ്. അവിടെയാണ് ഒരു ധീര പോരാളിയായി കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഒരു വ്യത്യസ്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആവേശത്തോടു കൂടി ഉണ്ടാവും എന്ന് വേണം കരുതാൻ.